അപ്പോൾ അവരെ വലതു ഭാഗത്ത് അവരെ തോട്ടുക. അസദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു ഹസ്രജ് ഗോത്രക്കാരനാണ്. അപ്പോൾ അത് മാത്രമല്ല അസദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലൊക്കെ പോയിട്ട് ക്ഷണിച്ചിട്ടില്ലായിരുന്നു. മദീനയിലേക്ക് വരിക. മക്കയിൽ എന്ത് ചെയ്യാണ്, കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിക്കപ്പെട്ട സമയത്ത് മദീനക്കാർ കുറച്ച് അനുസാരികൾ പോയില്ലേ, അങ്ങനെ അതിൽപ്പെട്ട ഒരു സ്വഹാബി കൂടിയായിരുന്നു. അത് മാത്രമല്ല ഇവരെ നേതൃത്വത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നബിതങ്ങളെ ഹിജ്റയുടെ മുന്നേ ഹിജ്റയുടെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ജുമാ നിസ്കാരം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ നിസ്കരിച്ച സ്ഥലമല്ലേ, അതേ റസൂലുള്ളാഹി ഇവിടെ ജീവിതത്തിൽ നബിതങ്ങൾ ആദ്യമായിട്ട് ജുമാ നിസ്കരിച്ചു. അതിൻ്റെ മുന്നേ മദീനയിൽ ജുമാ നിസ്കാരം വരെ നേതൃത്വത്തിലായിരുന്നു എന്ന് ചരിത്രം പറയും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹുസ്ബ എന്ന് പറയുന്ന ഭാഗം. ഇതൊക്കെ ഹുസ്ബ സ്ഥലത്തിൻ്റെ പേരാട്ടോ. ഹുസ്ബ ഇന്ന് ഹുസ്ബാണ്, അന്ന് ഹുസ്ബാണ്. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരൂലേ, അങ്ങനെ ഹിജ്റ വരുന്ന സമയത്ത് നബിതങ്ങളല്ല ആദ്യം വന്നത് ആരാണ്? മുഹാജിറുകളാണ്, സഹാബികളാണ്. അപ്പോൾ ആ സഹാബികളെ സ്വീകരിച്ചത് നമ്മൾ പോകുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ഹുസ്ബ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു ജനവാസമുള്ള ഒരു ഏരിയ ആയിരുന്നു. അത് മാത്രമല്ല ഇവിടെ ആയിരുന്നു ഹൗസും ഹസ്രജും ഗോത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നതും ഒക്കെ ഇവിടെ ആയിരുന്നു. അപ്പോൾ അവരെ സ്വീകരിച്ച സ്ഥലം ആണ് അതിന് നമ്മൾ പോകുന്നത്. അപ്പോൾ അവർ സ്വീകരിക്കുക മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കരുതിയിട്ട് അവരവിടെയാണ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നതൊക്കെ. പിന്നീടാണ് ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, കടന്നു വരികയും കുബായിൽ പോയില്ലേ, അപ്പോൾ കുബായിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങുകയൊക്കെ ചെയ്ത്. കുബായിൽ പള്ളിക്ക് തറക്കല്ലിട്ട് പള്ളിയൊക്കെ ഉണ്ടാക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നബിതങ്ങൾ മദീനയിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ കുബായിൽ വന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകൾ എവിടെ എന്ന് ചോദിച്ചു. എൻ്റെ മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾ എവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ താരം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അവർ ഹുസ്ബയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് നബിതങ്ങൾ എന്ത് ചെയ്യണം, ഹുസ്ബ സന്ദർശിക്കണം. അപ്പോൾ ഈ ഹുസ്ബ സന്ദർശിക്കുന്ന പേരും ഔസ് ഗോത്രത്തിൽപ്പെട്ട അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബി അറിയണം. അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയുടെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു അറിയുകയും അങ്ങനെ ഹസ്രജ് ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു സ്വഹാബിയായിരുന്നു ഉസൈദ് ബിൻ ഹുദർ റളിയല്ലാഹു അൻഹു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. അവരെന്ത് ചെയ്യാണ്, അവർ റസൂലുള്ളാഹി നബിതങ്ങൾ വരുന്ന വിവരം അറിയുകയും അദ്ദേഹത്തെ ക്ഷണിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ മുനാഫിക്കാണ്. അദ്ദേഹം എന്ത് ചെയ്യാണ്, വിസമ്മതിച്ചു. അങ്ങനെ നിർബന്ധിക്കുകയും നിങ്ങൾ വരിക, അല്ലാഹു റസൂൽ എന്താണോ പറയുന്നത് ഉചിതമാണെങ്കിൽ എന്ത് ചെയ്യാം, സ്വീകരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഉപേക്ഷിച്ച് കളയാമെന്ന് പറയുകയും അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങുകയും അവർ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് എന്ത് ചെയ്തു, ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും സമയം വളരെ ഇരുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്തു, വെട്ടമൊന്നുമില്ല, വെളിച്ചമൊന്നുമില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, 2 വടിക്കമ്പുകൾ നൽകിയിരുന്നു. ആ വടിക്കമ്പ് എന്തുണ്ടായി, പ്രകാശമായി മാറി, വെളിച്ചമായി മാറി. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളി മസ്ജിദ് നൂർ എന്ന പേരിലും മസ്ജിദ് തൗബ ഉസൈദ് ബിൻ ഹുദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ എന്ന പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥലം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നബിതങ്ങൾ വന്ന സമയത്ത് നബിതങ്ങൾ വുളൂ ചെയ്ത ഒരു കിണറുണ്ട് തൊട്ടപ്പുറത്ത്. ആ കിണറിൻ്റെ പേരാണ് ബീർ ഹജി എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നേരായിട്ട് ചെന്ന് അടുത്തോട്ട് അവിടെ മറ കാണാം എഴുതി. വന്ന സമയത്ത് ഇവരെ സ്വീകരിച്ചിരുന്ന സ്ഥലം ഹുസ്ബ. അവിടെ ഇവരായിട്ട് എന്ത് കേട്ടെ
ഈ മല ഒരു ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മലയാണ്. മലയുടെ പേരാണ് ജബലാന എന്നാണ് മലയുടെ പേര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയാണ്. ആ സഹാബി വിവാഹം കഴിച്ചിരുന്നു. വിവാഹം കഴിച്ചു തെറ്റ് ചെയ്തു. അള്ളാഹിനോട് തൗബ ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും അള്ളാഹു റസൂലെ ഞാനിങ്ങനെ തെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, എൻ്റെ പേരിൽ എന്ത് ചെയ്യണം, ദുനിയാവിൻ്റെ ശിക്ഷ നടപ്പാക്കണം, എന്നെ എറിഞ്ഞു കൊല്ലണം എന്ന് പറയാം. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് നിങ്ങൾ തോന്നിയതായിരിക്കും, സ്വപ്നം കണ്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മൂന്നാമത് വന്നു, അല്ലേ നബിയെ തെറ്റ് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നബിതങ്ങൾ പറയുന്നത് എറിഞ്ഞു കൊല്ലാൻ. അങ്ങനെ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്, എറിയുന്നു. അങ്ങനെ എറിഞ്ഞ സമയത്ത് അവരെ ശരീരത്തിൽ മുറിവറ്റുകയും രക്തം തെറിക്കുകയും മായിസ് ഇബ്നു മാലിക് അൽ-അസ്ലം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇറങ്ങി ഓടിയ സമയത്ത് സഹാബികൾ അദ്ദേഹത്തെ പിന്തുടരുകയും അങ്ങനെ പിടിക്കുകയും ആ ശിക്ഷ നെയ്തു നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ശിക്ഷ നടപ്പാക്കുന്നതൊക്കെ നമ്മൾ നേരെ മുന്നേ കാണാൻ ചുവന്ന മല. അപ്പോൾ ആ മലയുടെ പേരാണ് ജബൽ മുഖയ്യിൻ എന്നാണ് മലയുടെ പേര്. അപ്പോൾ അതിൻ്റെ തായ്വാരത്തെത്തിയ സമയത്താണ് സഹാബികൾ എന്ത് ചെയ്യുന്നത്, പിടിക്കുകയും ആ ശിക്ഷ നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ പറയുകയാണ് ആ തൗബ എന്ത് ചെയ്തു, അള്ളാഹ് സ്വീകരിച്ചു, പുറത്തു കൊടുത്തു. വലിയൊരു തൗബയായിരുന്നു. ഇസ്ലാമിൽ വീതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. ഒരാളെ തൗബ കൊണ്ട് മറ്റൊരാളെ ദോഷം വെറുക്കുക, അങ്ങനെ സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ മദീനക്കാരായ എല്ലാവരുടെയും തെറ്റുകൾ ദോഷങ്ങൾ ഈ ഒരൊറ്റ തൗബ കൊണ്ട് എന്താകുമായിരുന്നു, ഓർക്കപ്പെടുകയായിരുന്നു എന്ന് എന്നാണ് മല. ഇതിലങ്ങനെ ഒരു തോടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. വാദി ഹക്കീഖ് എന്നാണ് തായ്വരയുടെ പേരൊക്കെ. ഗവൺമെൻറ്റൊക്കെ അപ്പോൾ ഭയങ്കര സെറ്റപ്പ് ആക്കി എടുക്കണം. ഇതൊരു കൊട്ടാരാണ് വലത് ഭാഗത്ത്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരക്കുട്ടിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അവര് ജ്യേഷ്ഠത്തില്ല അസ്മാ ബീബി. അസ്മാ ബീവിയുടെ മകനാണ് ഉർവ എന്ന് പറയും. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ? അശ്റഫ മുബശ്ശിറുകളിൽപ്പെട്ട പേരാണ്. അവരാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ വിവാഹം കഴിച്ചത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവര് ജ്യേഷ്ഠത്തില്ലേ, അവരൊക്കെ വിവാഹം കഴിച്ചതൊക്കെ സുബൈർ റളിയല്ലാഹു അൻഹു. അവിടെ എഴുതിയിട്ടുണ്ട് സുബൈർ ബിൻ ഉർവത്ത് ബിൻ സുബൈറിന്റെ മകൻ ഉർവയാണ്. അവർ താമസിച്ച അന്നത്തെ വലിയൊരു കൊട്ടാരാണ്. മദീനയിൽ അവരെ ഉപ്പ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് വലിയൊരു ചെൽമി എന്നൊക്കെ പറയില്ലേ, മദീനയുടെ പല പ്രദേശങ്ങളും അവരെ അധീനതയിലായിരുന്നു. അപ്പോൾ വലിയ സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെ മകനാണ്. അവർക്ക് വേറെയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ ഹിഷാം ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു, അതൊക്കെ അവരെ കുട്ടികളാണ്. അവരൊക്കെ നബിതങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നേരെന്തല്ല നബിതങ്ങളെ കണ്ടിട്ടില്ല. നബിതങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ആരല്ല, സഹാബി അല്ല കേട്ടോ, സഹാബി അല്ല, അവർ താബിയാണ്. സാബികളൊക്കെ ഉണ്ടവരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര സെറ്റപ്പാക്കിയിട്ട് അതാണ് കൊട്ടാരത്തിൻ്റെ ഇതാണ് കേട്ടോ മെയിൻ. അപ്പോൾ വാതിൽ ജനൽ അതേപോലെ തേച്ചൊക്കെ നന്നാക്കി വീണ്ടും പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പായ്മൊക്കെ എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഭിത്തികളൊക്കെ പഴയതാണ്. കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പോയിട്ട് വീണ്ടും രണ്ടാമത് എന്ത് ചെയ്തു, ഒന്ന് പണിയൊക്കെ ചെയ്ത് ഉഷാറാക്കിയതാണ്. അപ്പോൾ ഇവരൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവരെ ജീവിതത്തിൽ 3 ദിവസം കൂടുമ്പോൾ ഹത്തം തീർക്കായിരുന്നു, ഖുർആനിലെ ഓതി തീർക്കായിരുന്നു. അതേപോലെ രാത്രി കാലങ്ങളിൽ നിന്ന് നിസ്കരിക്കായിരുന്നു. മിക്കപ്പോഴും നോമ്പുകാരനായിട്ട് മരണപ്പെടാൻ എന്ത് ചെയ്തു, ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. നോമ്പുകാരനായിട്ടാണ് എന്ത് ചെയ്തത്, മരണപ്പെട്ടത് എന്ന് ചരിത്രം പറയുകയാണ്. ഇതിലൊരു കിണറൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലുണ്ട് പുറത്തുണ്ട് അവർ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അവരുടെ ജീവിതത്തിൽ എന്തുണ്ട് ഉണ്ട് എന്നുള്ളതാണ്.
ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരിൽ നിന്നാണ് ഹദീസുകളൊക്കെ ചെയ്യുന്നത്, പഠിക്കുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരെ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഉറുവയാണ്. അങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ ഈ വീട്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സൽക്കരിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷം ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നൽകുകയൊക്കെ ചെയ്തു. ഈ ഭക്ഷണം കണ്ട സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ തേങ്ങി കരഞ്ഞതാണ്. അപ്പോൾ എന്താണ് കരയുന്നത്, എന്താണ് പ്രയാസപ്പെടുത്തുന്നത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്താണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്, ഞാൻ കരഞ്ഞത് മറ്റൊന്നുകൊണ്ടല്ല, ഇത്രയും നല്ലൊരു ഭക്ഷണം എന്ത് ചെയ്തിട്ടില്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുക്കാനോ അതേപോലെ എനിക്ക് കഴിക്കാനോ എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല എന്ന സംഭവം ഓർത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, കരഞ്ഞു പോയത് എന്ന് പറയണം. അപ്പം അത്രത്തോളം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? ദാരിദ്ര്യം ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ സമ്പത്ത് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഉഹുദ് മല എന്താക്കി നൽകാം, സ്വർണ്ണമാക്കി നൽകാം എന്നൊക്കെ കേട്ടിട്ടില്ല. അപ്പോൾ അതായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഉർവയുടെ ജീവിതം അത്രയും തഖ്വയായിരുന്നു. നമ്മൾ തഖ്വയിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹിനോട് അടുക്കുന്നതോറും അള്ളാഹ് നമ്മളെന്ത് ചെയ്യും? പല രീതിയിലും പരീക്ഷിക്കുന്നു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു പരീക്ഷണങ്ങളൊക്കെ കടന്നു വന്നേക്കാം. അവർ കാലിൻ്റെ ഭാഗത്തൊരു വ്രണം സംഭവിക്കുകയും ചികിത്സിക്കാതിരിക്കുകയും രോഗം മൂർച്ഛിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ ഷാമിലേക്ക് പോകുന്ന സമയത്താണ് ഈ സംഭവം. ആ സമയത്താണ് രോഗം മൂർച്ഛിക്കുകയും അവിടെ ഉള്ളവർ നോക്കുന്നത് എന്താണ് സംഭവമെന്ന് നോക്കുന്ന സമയത്ത് കാലിൽ കൂടി വ്രണമായി വികൃതമായി കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒറ്റ ചികിത്സ മാത്രമേ ഉള്ളൂ, എന്ത്? കാല് മുറിക്കുന്ന സമയത്ത് ശരീരം എന്ത് ചെയ്യണം? അനസ്തേഷ്യ ചെയ്യണ്ട. ഇപ്പം ചില മുറിക്കാൻ പറ്റുമോ? ആ സമയത്താണ് ഇവർ പറയുന്നത്, ഞാനിത് ആഗ്രഹിക്കുന്നില്ല. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹിനെ ഓർക്കാതെ ചിന്തിക്കാതെ ഒരു സെക്കൻഡ് പോലും ഞാൻ ജീവിച്ചിട്ടില്ല, ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ്. ഉറക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു മരണമല്ലേ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കാലി നീക്കം ചെയ്യുക? ആ സമയത്ത് അവർ പറയും, ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? എൻ്റെ ശരീരത്തിൽ നിന്ന് കാലി നീക്കം ചെയ്യുക. അങ്ങനെ നിസ്കാരത്തിൽ പ്രവേശിക്കുകയും നിസ്കാരത്തിലാണ് അവർ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? കാലി നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. നിസ്കാരം കഴിഞ്ഞിട്ട് അവർ ചോദിച്ചു എന്താണ് വൈകിയത്. ആ സമയത്താണ് കാലിൻ്റെ ഭാഗം കാണിച്ചു കൊടുക്കുകയും കാലിനെ ചുംബിക്കുകയും നിന്നെ ഒരു ഹറാമിലേക്ക് നടത്തിയിട്ടില്ല, സ്വർഗത്തിലാണ് എന്ന് പറയുകയൊക്കെ ചെയ്തു. നമ്മൾ ചിന്തിച്ച് അല്ലേ, എന്ത് നിസ്കാരമാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? യുദ്ധത്തിൽ അമ്പ് തറച്ചിട്ട് എടുക്കാൻ വേണ്ടി പ്രയാസപ്പെട്ട സമയത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. സുന്നത്ത് നിസ്കാരത്തിലാണ് എന്ത് ചെയ്യുന്നത്? അവർ ശരീരത്തിൽ നിന്ന് അമ്പെടുക്കുന്നത്. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ എന്തെങ്കിലും ഓർത്തെടുക്കാനുള്ള നിസ്കാരം എന്നാണ്. അത്രയും തഖ്വ ഓരോ നിസ്കാരത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് പറഞ്ഞാൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഫാത്തിമ ബീവിയിലും അലി റളിയല്ലാഹു അൻഹുവിലും 2 കുട്ടികളുണ്ടായിരുന്നല്ലോ. അതിലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ഹുസൈൻ ബിൻത് ഫാത്തിമത്ത് സുഹ്റ. അവർ താമസിച്ച ഒരു കൊട്ടാരാണ്, ഒരു വീടാണ് കേട്ടോ. അത് ഇവിടെ പണി തുടങ്ങി, വർക്ക് തുടങ്ങി. അത് ഞാൻ പറഞ്ഞില്ലേ, ഓരോന്ന് ഒരു സെറ്റപ്പ് ആക്കുകയാണ്. ഇതൊരു കിണറിൻ്റെ ഭാഗമാണ് കേട്ടോ. മീറോ ഫാത്തിമ എന്നൊക്കെ പറയുന്ന ഒരു കിണറാണ്. അപ്പോൾ സഹാബികളൊക്കെ ഈ കിണറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ബർക്കത്തിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയും. എന്നിട്ട് സഹാബികൾ പറയുമായിരുന്നു ഇത് മദീനത്തെ ബീർ സംസമാണ്. അപ്പം അങ്ങനെ ഒരു പേരും കൊണ്ട് മദീനത്തെ ബീർ സംസം എന്നൊക്കെ അറിയപ്പെടുന്ന കിണർ. നിങ്ങളെ മകളല്ല കേട്ടോ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. ഹുസൈൻ റളിയല്ലാഹു അൻഹു എൻ്റെ വീടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഫൈബറൊക്കെ വണ്ടിയൊക്കെ അല്ലേ നേരത്തെ എപ്പോഴെങ്കിലൊക്കെ. അതിൻ്റെ ദുഃഖം കാരണം മൂക്കുമത്തി പിടിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണുകയും നിങ്ങൾ കണ്ടിട്ടേ ഈ ആടിൻ്റെ അടുത്തേക്ക് വരികയും ആടിൻ്റെ ചെവി പിടിച്ച് ഉയർത്തുകയൊക്കെ ചെയ്തു. ആരാണ് ഈ ആടിനെ വിലക്ക് വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അതൊരു ചത്താടല്ലേ, ഇതിനാരെങ്കിലും വിലക്ക് വാങ്ങാനൊക്കെ ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക നബിയെ? ആ സമയത്താണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾക്ക് ഈ ആടിനോട് എത്ര ഇഷ്ടമുണ്ട്, എത്ര ഹബ്ബുണ്ട്, അത്ര പോലും എനിക്കെന്തില്ല ദുനിയാവിനോട് ഇഷ്ടമില്ല എന്ന് പറയും. ദുനിയാവിനെ ഒരു ചത്താട് എന്ത് ചെയ്തു? നബിതങ്ങൾ
താരതമ്യം ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറയാൻ വരുന്ന മ്യൂസിയം കണ്ടിട്ടുണ്ട് നമ്മള് മ്യൂസിയം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യം കയറാനുണ്ടായി കുറേ തുർക്കിന്റെ നിമിതങ്ങളായിട്ട് വന്ന് നിമിതങ്ങളെ കാലത്തുള്ള നാണയത്തൊട്ടുകള് പള്ളികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആദ്യം വന്നിട്ടുണ്ടോ എന്തൊക്കെ? അതിലൊരു പള്ളിയാണ് അത്, മസ്ജിദുൽ ഫതഹ്. പിന്നെ വലിയ പള്ളി എന്ന് പറഞ്ഞാൽ 2 പള്ളികളെ കുടിച്ചിട്ടുള്ള പള്ളിയാണ്. മസ്ജിദ് ഉമർ റളിയല്ലാഹു അൻഹു, മസ്ജിദ് അലി റളിയല്ലാഹു അൻഹു അങ്ങേറ്റത്തിന് സെൻട്രലിലെ ഒരു പള്ളിയുണ്ട്. ഉമർ കുട്ടി കിടക്കാണ് അലി റളിയല്ലാഹു അൻഹു. എന്നൊക്കെ വർക്ക് അടുത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട്, ചെടീൻ്റെ അവിടെ മുകളിൽ റൂഫൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു പള്ളി. കുറേ കാലം മണ്ണിൻ്റെ അടിയിലായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് അതൊക്കെ വെളിച്ചത്തടി. അപ്പോൾ ഈ യുദ്ധത്തിന് മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മദീനക്കാരെ തന്നെ കേട്ടോ. മദീനയിലുള്ള ബനൂ നദീർ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട യുദ്ധഗോത്രല്ലേ. യൂതഗോത്രങ്ങളെ ഗോത്രത്തിൽപ്പെട്ട കുറച്ച് പേര് ഹൈബറിൽ പോയിന്ന്. ഹൈബർ ജൂതന്മാരുള്ള ഏരിയ ആണല്ലോ. അന്നത്തെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹൈബറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഹൈബർ 60 റിയാലാണ് ടിക്കറ്റ്. അപ്പം എന്ത് ചെയ്യാണ്, അവിടെ പോവുകയും ഇവിടുത്തെ കുറച്ച് ആൾക്കാരും കുറച്ച് ആളുകളും ചേർന്ന് അവർ ഒന്നിച്ച് എന്ത് ചെയ്യുക, മക്കയിൽ പോവുകയാണ്. എന്നിട്ട് മക്കയിൽ പോയി കഴിഞ്ഞാൽ അബൂ സുഫിയാനൊക്കെ കാണുകയും മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10,000-ഓളം വരുന്ന ശത്രുസൈന്യം വരുന്നത്. റസൂൽ വായിച്ചിലമൊക്കെ ആ കാലഘട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിവരങ്ങളൊക്കെ നൽകുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂൽ വായിച്ചിലമ ചർച്ചകളൊക്കെ ചെയ്തു, എങ്ങനെ പ്രതിരോധിക്കും, എങ്ങനെ യുദ്ധം ചെയ്യും. അപ്പോൾ പലരും പല ഐഡിയകളും പറഞ്ഞ സമയത്ത് സൽമാനിൽ ഫാരിസി കണ്ടിട്ടില്ലേ, നമ്മൾ നേരത്തെ പോയ അവരാണ് ഐഡിയ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ശത്രുക്കളെ അധികരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുക, കിടങ്ങ് കയറിയിട്ട് തടയുക നബിയെ എന്ന് പറയണം. അപ്പം കിടങ്ങ് എന്ന് പറയുന്നത് കാണാനൊന്നുമില്ല. ഈ റോഡൊക്കെ അന്നത്തെ കാലത്ത് കിടങ്ങായിരുന്നത്. ഈ മലയുടെ മുൻഭാഗത്ത് കൂടിയാണ് കിടങ്ങ് കയറുന്നത്. കണ്ടാ, നിങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ട് മലയാണ്. ബേക്ക് ഭാഗത്ത് കൂടി പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ശത്രു സൈന്യത്തിന് കടന്നാക്രമിക്കാൻ സാധിക്കില്ല. അപ്പോൾ കിടങ്ങിൻ്റെ നീളം എന്ന് പറയുന്നത് 2700 മീറ്ററായി. 4.2 കിടങ്ങിൻ്റെ വീതിയും 3.3 കിടങ്ങിൻ്റെ ആഴമായി. അപ്പൊ ഇത്രയും നീളത്തിലും വീതിയിലുള്ള ഒരു കിടങ്ങ് കയറിയിട്ട് തടയുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഈ കിടങ്ങ് കയറും എന്നുള്ളതായി. അപ്പോൾ കിടങ്ങിന്റെ നീളം അളന്നിട്ട് തുല്യമായിട്ട് വീതിക്കാനും അതിലൊരു ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. പട്ടിണിയായിരുന്നല്ലേ, വിശപ്പല്ലേ. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങളെ വയറ്റത്ത് 2 വലിയ കല്ല് വെച്ച് കെട്ടിയിരുന്നു. അത് ഈ കണ്ട സമയത്ത് ജാബർ റളിയല്ലാഹു അൻഹു, അതാണ് ജാബർ അള്ളാഹുവിന്റെ വീടാണ് ഈ കാണുന്നത്. ഇത് പള്ളിയാ. അപ്പൊ വീട്ടിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ക്ഷണിച്ചത്. ഒരാട്ടുകുട്ടിയൊക്കെ അറുത്ത് ഗോതമ്പിന്റെ മാവ് കൊണ്ട് റൊട്ടി ക്ഷണിച്ചു. റസൂലേ, നിങ്ങൾക്ക് കുറഞ്ഞ പേർക്കുള്ള ഭക്ഷണം 1000-ൽ താഴെ 700-ൽ താഴെ എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ക്ഷണിച്ചു. അപ്പം അല്ലാഹുവിന്റെ റസൂലല്ലേ ക്ഷണിച്ചത്, നബിതങ്ങളെ വരട്ടെ. അങ്ങനെ നബിതങ്ങൾ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഭക്ഷണത്തിൽ എന്ത് ചെയ്തു, നബിതങ്ങൾ ഉദ്നീര് കലരുകയും എല്ലാവരും ഭക്ഷണം കഴിക്കുകയും ഭക്ഷണത്തിലെ ബർക്കത്തുണ്ടായി. ഒരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായി, നല്ല ഇഷ്ടപ്പെട്ടു. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് ബനി ഹറാം. ഷബ് ബനി ഹറാം എന്നൊക്കെ സ്ഥലത്തിൻ്റെ പേരാട്ടം. നിസ്കാരമുള്ള പള്ളിയാണ്. നിസ്കാരത്തിൻ്റെ സമയത്ത് തുറക്കും. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുന്നത് 1 ദിവസമോ 2 ദിവസമോ ഒന്നുമല്ല, മറ്റു യുദ്ധങ്ങളെ പോലെ അല്ലേ, ഒരു വെറൈറ്റിയാണ്. ആഴ്ചകളോളം എന്ത് ചെയ്തു, നീണ്ടു നിന്ന് പോയിന്ന 3 ആഴ്ചയോളാണ് 21 ദിവസം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്രത്തോളം നീണ്ടു നിന്ന് ശത്രുക്കൾ മറുഭാഗത്ത് മുസ്ലിങ്ങൾ
ഈ കടങ്ങിൻ്റെയും മലയുടെയും ഉൾഭാഗത്തുമാണ്. അവർ റസൂലുള്ളാഹിസ്വലമ തിരക്കിയിട്ട് ഒരു സഹാബി കടന്നു വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയാണ്. അള്ളാഹു റസൂലിനെ കണ്ടിട്ട് 3 ദിവസങ്ങളായി, പ്രവാചകൻ എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ സഹാബികളിൽ നിന്ന് ആരോ പറഞ്ഞു അള്ളാഹു റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജബൽ സുലൈലേക്ക് നബിതങ്ങൾ കയറുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നത്. ഈ മലയുടെ പേരാണ് ജബൽ സുലൈ, ജബൽ സവാബ് എന്നൊക്കെ പറയുന്ന മലയാണ്. അവൻ നബിതകളെ തിരക്കിക്കാണ്ട് വന്ന് നോക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. ആ സുജൂദ് ഒരുപാട് നേരം എന്ത് ചെയ്തു, അധികരിച്ചു എന്നാണ്, നീണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സഹാബി കരുതി അള്ളാഹുവിൻ്റെ റസൂല് വഫാത്തായോ സുജൂദിൽ, നബിതങ്ങൾ സുജൂദിൽ എണീക്കുന്നവരെ കാത്തിരിക്കുകയും ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, മുആദ് എന്നവരെ കാണും. മുആദ് എന്നവരെ ഇവിടെ ആരുണ്ടായിരുന്നു, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിരുന്നു. അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഉമ്മത്തിയുടെ ആവശ്യം എന്ന് ചോദിച്ചു. പ്രയാസപ്പെടുന്ന ഒരു സമയമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു അഅലം, നിങ്ങളെ അള്ളാഹ്ക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോവുകയും വീണ്ടും വരികയും വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഉമ്മത്തി എന്ത് ചെയ്യില്ല, അള്ളാഹ് വിഷമത്തിലാക്കില്ല, പ്രയാസത്തിലാക്കില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടാണ് നബി നിങ്ങൾ എന്ത് ചെയ്തത്, സുജൂദിലേക്ക് പ്രവേശിക്കുകയും ആ സുജൂദ് ഒരുപാട് നേരം എന്ത് ചെയ്തത്, അധികരിക്കുകയൊക്കെ ചെയ്തത് എന്ന് ചരിത്രം പറയണം. അതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് വാർസ്വജതം, അതേപോലെ കാഫ് ബനി ഹറാം സ്ഥലത്തിൻ്റെ പേരും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആളിരിക്കുന്നുണ്ടാവും ഇവിടെ, അവിടെ ഒരു ചെറിയൊരു ഒരു പൊത്ത് പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഉദു ചെയ്യുകയൊക്കെ ചെയ്ത അടിയാണ് വെള്ളം ഉറവ് വന്ന് അതിനുള്ള എന്നൊക്കെ പറയും. ഇന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ കണ്ടു ഇറങ്ങണ്ട ഇറങ്ങി കാണും. ഒന്ന് സ്വസ്ഥമായിട്ട് എന്തായിരുന്നു, ഉറങ്ങാമായിരുന്നു. പിറകിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. കാരണം ചർച്ചപ്പുറത്ത് മൊത്തം ശത്രുക്കളല്ലേ. നബിതങ്ങളെ ഒരു തക്കം കിട്ടിയാൽ വധിക്കാൻ കാത്തിരിക്കുന്നവരാണ്. ആ സമയത്താണ് പിറകുന്ന ആയുധത്തിൻ്റെ ശബ്ദം കേട്ടത്. നബിതങ്ങളെ ചോദിക്കുകയാണ്, ആരാണ് പിറകിൽ? ഞാനാണ് നബി, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്താണ് സഅദ് ഇബ്നു അബി വഖാസ് എന്ന് പറയുക? ആ സമയത്ത് അള്ളാഹു റസൂലെ, ഞാൻ കിടന്നിട്ട് എനിക്കുന്നില്ല, ഉറക്കം വരുന്നില്ല നബിയെ. അള്ളാഹു റസൂലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങ് അറിയാതെ അങ്ങയുടെ പിറകിൽ എന്ത് ചെയ്തത്, വന്ന് നിന്നത് നബിയെ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലായിട്ട് സംരക്ഷിച്ച ഒരു സഹാബിയാണ് കേട്ടോ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉഹദിന്റെ രണാങ്കണത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇടവും വലവും നിന്നും കഴിഞ്ഞിട്ട് നബിയെ സംരക്ഷിച്ചതാണ്. 50ഓളം മുറിവുകളായിരുന്നു അവരുടെ ശരീരത്തിൽ കാണപ്പെട്ടത് എന്നൊക്കെ ചരിത്രം പറയാണ്. അതൊക്കെ ഇതിലാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ദിവസങ്ങളോളം നീണ്ടു നിന്നുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ദുആ ചെയ്യാണ്. നബിതങ്ങളെ ടെൻ്റ് ഉണ്ടല്ലോ, കൈമ, അതാണ് മുകളിൽ പാറയുടെ മുകളിൽ കണ്ട പള്ളി, അവിടെ ദുആ ചെയ്യുകയും സുജൂദിൽ കിടന്നിട്ടേ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ദുആക്ക് ഉത്തരം കിട്ടുന്നത്. അതാണ് സഹായം ഉണ്ടാകുന്നത്. ശക്തമായിട്ടുള്ള കാറ്റും തണുപ്പൊക്കെ കടന്നു വന്നു. ഈ യുദ്ധത്തിലെ ശത്രുപാളയത്തിലെ യുദ്ധം നയിച്ചതൊക്കെ അബൂ സുഫിയാനാണ് കേട്ടോ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. പിന്നീട് മക്ക ഫതഹോടനുബന്ധിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. നിങ്ങളെ കാലത്ത് വൈകി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ആര്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇവിടെ ഇറങ്ങണമെങ്കിൽ ആ ഒരു പള്ളിയിൽ എന്ത് ചെയ്യുക, സന്ദർശിക്കാം. ചെറുപള്ളിയില്ലേ, അപ്പോൾ ആ പള്ളിയാണ് മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്ന പള്ളി. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഒരു പള്ളി കൂടിയാണ്, മസ്ജിദ് സൽമാനിൽ ഫാരിസി. കേട്ടോ, ഇവിടെയൊക്കെ പാർക്കുകൾ നടന്നിട്ടുണ്ട്, പാർക്കിംഗ് ഒക്കെ ഉണ്ടായി. ഒരേ നിസ്കാരത്തിലേക്ക് കിബില മാറിയ പള്ളിയാണ്. നിബിധങ്ങളുടെ കാലത്ത് ബൈത്തുൽ മുഖദ്ദസിലെ ഫലസ്തീൻ, അവിടേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്നു. പറഞ്ഞ മാസക്കാലാണ്, 16 മാസക്കാലമാണ്. അപ്പോൾ ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ
എന്ത് ചെയ്യുന്നത് അസർ ലോഹർ നിസ്കരിക്കുന്നത്. ചില ഹദീസുകളൊക്കെ അസർ പരാമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റസൂൽ വസ്ലം അങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിമിതങ്ങൾ 2 റക്അത്ത് കഴിഞ്ഞ് 3-ാമത്തെ റക്അത്തിലേക്ക് പ്രവേശിക്കില്ല. ആ സമയത്ത് നിമിതങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയി. മനസ്സിലേ മക്ക തന്നെ കിബിലായിട്ട് എന്തായിരുന്നു നിസ്കരിച്ചാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചതാ. ആ സമയത്താണ് ആര് വരുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം വഹി വരുന്നത്. സൂറത്തുൽ ബഖറയിൽ ആയത്തിറങ്ങണം. ولنولينك قبلة ترضاها فولِ وجهك شطر المسجد الحرام എന്നായിത്തിറങ്ങണം. ബൈത്തുൽ മുഖദ്ദസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹറാമാക്കിയിട്ടുണ്ട്. അങ്ങ് ആഗ്രഹിച്ച് അങ്ങ് ഉദ്ദേശിച്ച് അങ്ങയുടെ കഅബയിലേക്ക് അങ്ങയുടെ മുഖം തിരിച്ചാലും പിന്നെ നിസ്കരിക്കൽ കറായത്താണ്. റസൂലുള്ളാഹിസ്ലം അതേ നിസ്കാരത്തിലാണ് നിമിതങ്ങൾ എന്ത് ചെയ്തത്? വലത്തോട്ട് തിരികെയും ഇമാമായ നിമിതങ്ങൾ മുന്നോട്ട് അല്പം തള്ളി നിന്ന് നിസ്കാരം എന്ത് ചെയ്യുന്നത്? പൂർത്തീകരിക്കുകയൊക്കെ ചെയ്തത് എന്ന് ചരിത്രം പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. അപ്പം പള്ളി 2 കിബില 2 മീറാബ് ആദ്യം ഉണ്ടായിരുന്നവർ മുന്നൊക്കെ കണ്ടവരുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ പള്ളിയിലൊക്കെ പലരും യാത്ര ചെയ്ത് ഞാൻ മുംബൈയിൽ വന്ന് തൊണ്ണൂറിനാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ, ഞാൻ അവരോടൊക്കെ ചോദിക്കല് നിങ്ങൾ എന്ത് കണ്ടു എന്നാണ്. നമുക്ക് മനസ്സിലാക്കാമല്ലോ ഏത് കാലത്താണ് ഇഷ്ടപ്പെട്ടത്. ചടങ്ങൊക്കെ ഇപ്പം അടുത്ത കാലത്തുണ്ടായിരുന്നു. നമ്മൾ മദീന ശരിക്കും നോക്കിക്കഴിഞ്ഞാലേ മക്ക പോലെ തന്നെ മലകളാണ്. അവിടെ ഇങ്ങനെ അദ്ദേഹം കണ്ണോടിച്ച് നോക്കിയത് 4 പാടും ശരിക്കും നല്ല ഉയരമുള്ള മലയുടെ മുകളിൽ പുതുമലയുടെ മുകളിലല്ലേ പുതുമല കേട്ടത് അങ്ങനത്തുള്ള അതിൻ്റെ മുകളിൽ ഒറ്റ പ്രാവശ്യം കയറിയുള്ളൂ. കയറാനുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ടായില്ല പുതുമല കയറാൻ വേണ്ടി. അതിന് മൊത്തം കാണാം. അത്രയും നല്ല ഭംഗി. രാത്രി കാരണം ഒരു ഈ ടൈമിൽ കാരണം എന്നിട്ട് ഒരു 7 മണി 7:00 ആകുന്നേരം തിരിച്ചറിയും. അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതും കാണാം. നല്ല രസം. അപ്പോൾ ഇതാണ് നമ്മളെ കിബിലത്തെ എന്ന് പറഞ്ഞ പള്ളി. പള്ളിയൊക്കെ ഒന്നുകൂടി ഉഷാറാക്കി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അയ്യരില്ല ഓപ്പണാക്കി. നല്ല മാറ്റാണ്. അതൊക്കെ പാർക്കിങ്ങും ഒക്കെ വരികയാണ്. അതിനൊക്കെയുള്ള പരിപാടികളൊക്കെ ഇന്നത്തെ കൃത്യമായിട്ട് അല്ല ഒരു പള്ളിയിൽ ഒരു മല, ആ മലയാണ് ദജ്ജാൽ വരുമെന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ മദീനായില് വെള്ളക്കൊട്ടാരാരതാണ് എന്നൊക്കെ ചോദിക്കും. ആ സംഭവം നടക്കുന്നത് ആ മലയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയാണ് ദജ്ജാൽ മദീനായിൽ വരിക. അങ്ങനെ വരികയും അറബിനെ നോക്കിക്കൊണ്ട് ചോദിക്കുകയും ആർതാണ് വെള്ളക്കൊട്ടാരം എന്നൊക്കെ ചോദിക്കുന്ന ആരും ഒന്നും പ്രതികരിക്കില്ല എന്നട്ടാ. അപ്പൊ ദജ്ജാൽ എന്നെ പറയും എനിക്കറിയാം ഇത് മുഹമ്മദിന്റെ കൊട്ടാരാണ് എന്നൊക്കെ പറയുകയും ദജ്ജാൽ ചില കഴിവുകളൊക്കെ കാണിക്കുന്ന ആകാശത്ത് നിന്ന് തീമയെ വർഷിക്കും, സസ്യങ്ങളെ മുളപ്പിക്കും, ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യും 2ആയിട്ട് പിളർത്തും, പിളർത്തിയവനെ തന്നെ എന്ത് ചെയ്യും കൂട്ടി യോജിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ദജ്ജാൽ പറയും ഞാനാണ് ആര് റബ്ബിയല്ലാ എന്നൊക്കെ പറഞ്ഞ് വാദിക്കും. സത്യവിശ്വാസികളൊന്നും എന്തില്ല അതിൽ അകപ്പെടില്ല. സത്യനിഷേധികളില്ലേ ഈമാനില്ലാത്തവരൊക്കെ ദജ്ജാലിനെ പിൻപറ്റുമെന്ന് ആര് പറയണേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ നടക്കാൻ പോകുന്ന ഒരു സംഭവം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അറബിൻ്റെ ബൗണ്ടറിക്ക് പുറത്താണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തുള്ളത്? ഖുറാൻ്റെ ഫാക്ടറിയിൽ കിബിലത്തൈനി 2 കിബില നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ 2 കിബിലക്ക് എന്നിട്ട് നിസ്കരിച്ച ഒരു പള്ളിയാണത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മുമ്പ് വർഷം കണ്ടതല്ല, ഇനിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ.
റോഡിന്റെ പേര് തന്നെ തരീഖ് ഷിഗിദ് ഷുഹദ എന്നാണ്. കണ്ടോ? ഒക്കെ ബോർഡിലൊക്കെ ചരിത്ര സ്ഥലങ്ങൾ എഴുതിയൊക്കെ അന്നൊന്നും അതില്ല. അപ്പൊ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയെന്നറിയാം. അപ്പൊ ഉഹദ് യുദ്ധത്തിന്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാരണം ബദറാണ് കേട്ടോ. ബദറില് നമുക്ക് വിജയം ഉണ്ടായ ഒരു യുദ്ധമാണ്. ബദറില് മലക്കളൊക്കെ ഇറങ്ങിയിട്ട് സഹായിച്ചു. റമദാനില് 17-നാണ് യുദ്ധം നടക്കുന്നത്. 14-നാണ് നബിതങ്ങളെ സഹാബികളൊക്കെ പുറപ്പെടുന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ എന്ത് ചെയ്യാണ്, മലക്കളെ സഹായം ഉണ്ടായി. അതുകൊണ്ട് അബൂജഹല്, ഉത്ബത്ത്, ഷൈബത്ത്, വലീദ് ഇങ്ങനെ മക്കത്തെ പല പ്രമാണിമാർ എന്ത് ചെയ്തു, വധിക്കപ്പെട്ടു. നബിതങ്ങളെ സഹാബികളൊക്കെ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോയത്. അതുകൊണ്ട് കാര്യമായിട്ട് കാര്യങ്ങളൊന്നുമില്ല. കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചിട്ടാണ് പോയത്. അപ്പൊ അത് വൈക്കെത്തുന്ന സമയത്താണ് യുദ്ധത്തിലേക്കായി എന്ത് ചെയ്യുന്നത്, മാറുന്നത്. അബൂ സുഫിയാൻ തിരിച്ചറിയാണ് മദീനക്കാര് എന്ത് ചെയ്തിട്ടുണ്ട്, ആക്രമിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ മക്കയിലേക്ക് പാസ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക, യുദ്ധത്തിലേക്കായി മാറുന്നത്. അപ്പൊ ആ യുദ്ധത്തിന്റെ ഒരു പ്രതികാരം, തിരിച്ചടി ഉണ്ടാവുമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളിയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് നയിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മക്കക്കാര് 1 വർഷത്തോളാണ് കാത്തിരുന്നത്. ആയുധ പരിശീലനങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, 1 വർഷത്തോളം കാത്തിരിക്കുകയും അങ്ങനെ ഹിജ്റ 3-ാം വർഷത്തില് ഷവ്വാൽ 14-നാണ് ഉഹദ് എന്ന് പറയുന്ന യുദ്ധം ഉണ്ടാക്കുന്നത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കൾ വരുന്നുണ്ട് വിവരം നിബിധങ്ങളെ അറിയുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ചർച്ചകളൊക്കെ ചെയ്തു. നിബിധങ്ങളുടെ സ്വന്തം അഭിപ്രായം ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ നിബിധങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചതാ. കാരണം ശത്രുക്കൾ വരുന്ന സമയത്ത് നമ്മളെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ചെയ്യാം അവര് പ്രതിരോധിക്കാം. സ്വാഭാവികമായിട്ടും അങ്ങനെ ആകുന്ന നേരം ആ ഭൂപ്രകൃതി ഒന്നും പുറത്തുനിന്നുള്ള ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. പക്ഷെ ചെറുപ്പക്കാരായ സഹാബികൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നമുക്ക് എന്ത് ചെയ്യാം, മദീനക്ക് പുറത്തു പോയിട്ട് യുദ്ധം ചെയ്യാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിലേക്ക് ഒരുങ്ങുകയാണ്. റോഡിന്റെ പേരുണ്ടോ, എന്നാണ് വഴി. അപ്പൊ എന്ത് ചെയ്യാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വാക്കില് ഊന്നി നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ നബിതങ്ങൾ പോയ സമയത്ത് പ്രായമായ സഹാബികൾ പറഞ്ഞു, നമ്മൾ എന്തൊരു അധിപകേടാണ്, നബിതങ്ങൾ പറഞ്ഞതുപോലെ അല്ലല്ലോ, നമ്മളത് ഒരു മോശമായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അവർക്ക് അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, യുദ്ധത്തിലേക്ക് പോകേണ്ടത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്ന് പറയുകയും അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്തു, പടച്ചട്ട ധരിച്ചുപോയി, പടയെങ്കില്ല ഇനി എന്തില്ല തിരിച്ചു വരില്ല എന്ന് പറയുകയാണ്. അപ്പൊ ഇതാണ് ഒരു പള്ളിയാണ് കേട്ടോ. ഈ പള്ളിയുടെ പേരാണ് മസ്ജിദ് മുസ്തറാഹ. ഇവിടെ എഴുതിച്ചാണ്ടില്ലേ, 96-ലാണ് പള്ളി പുതുക്കി പണിത്. ഇതിന്റെ ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം എന്ന് പറയുന്നത് നബിതങ്ങള് ഇസ്തിറാഹത്ത് ചെയ്തതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെസ്റ്റ് എടുത്തതാണ്. നമ്മുടെ മോഡൊക്കെ ഉണ്ടായി ചെറിയ മാഞ്ഞു. ഈ പള്ളിക്ക് ഒരു പേരാണ് മസ്ജിദ് ബനി ഹാരിസ. ജലസഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിറാഹത്ത് ചെയ്തതാണ്. മിൻ തൗബ അല്ലദി യസലത ലഹു മിൻ തൂല തരീഖ് ഇന റുജൂഇ മിൻ ഉസ്ബതഹു. ഇത് യുദ്ധം കഴിഞ്ഞിട്ട് മടങ്ങി വരൂലേ, അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൊക്കെ ഒരുപാട് മുറിവുകളില്ലേ, അങ്ങനെ മുറിവുകളോടെ വരുന്ന സമയത്ത് നബിതങ്ങൾ എന്ത് ചെയ്തു, ഇസ്തിറാഹത്ത് ചെയ്തു, റെസ്റ്റ് എടുത്തു. അതുകൊണ്ടാണ് ആ പള്ളിക്ക് മസ്ജിദ് മുസ്തറാഹ, അതേപോലെ മസ്ജിദ് ബനി ഹാരിസ എന്ന പേരിലൊക്കെ ആ പള്ളി എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാണ്, ഉഹദ് എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് നബിതങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, വരുന്നത്. ളുഹർ കഴിഞ്ഞിട്ട് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസറിലേക്കാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നത്, ഇവിടെ എത്തിപ്പെടുന്നതൊക്കെ. അങ്ങനെ നബിതങ്ങൾ എന്ത് ചെയ്തു, ഒരു ക്യാമ്പ് ടെന്റ് കിട്ടാന്നറിയില്ല, കൈമ കൂടാരം, ആ കൂടാരത്തിലേക്കാണ് ആരൊക്കെ യുദ്ധത്തിൽ പങ്കെടുക്കാനുണ്ടോ അവരൊക്കെ എത്തിപ്പെടുന്നത് ഈ ക്യാമ്പിലേക്കാണ്. ഇവിടെ നിന്നാണ് നബിതങ്ങൾ എന്ത് ചെയ്യുന്നത്, അസർ, മഗ്രിബ്, ഇശ, അതേപോലെ സുബഹിക്ക് വരെ നിസ്കരിക്കുന്നവിടെയാണ്. അല്ലെങ്കിൽ കണ്ണെങ്കിൽ കണ്ടോളൂ. അപ്പോൾ പള്ളി ക്ലോസ്, സ്ത്രീകളൊക്കെ അറ്റാതെ അറിയാം. കണ്ണാടെ
ബാ അല്ലെങ്കിൽ ഓനിപ്പിച്ചിട്ടുണ്ടോ പാടില്ല. വാ 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 വാ. അങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് കുറച്ച് പേര് മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു, കപടന്മാര്. അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സലൂൽ എന്ന് പറയും, മുനാഫിക്കുകളുടെ നേതാവായിരുന്നു. അപ്പൊ അദ്ദേഹം അനുയായികളും പറയാണ്, ഞങ്ങളെന്തില്ല യുദ്ധത്തിലില്ല, നമ്മൾ ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ, അതേപോലെ അല്ല, നിങ്ങളെ പ്ലാനിങ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നത്. കാരണം അവന്ന് പറയുകയും അങ്ങനെ എന്ത് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് അബ്ദുല്ലാഹിബിന് ഹറാം റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ ജാബറുല്ലാഹിന്റെ വീടൊക്കെ പോയില്ലേ, ഭക്ഷണം ഉണ്ടാക്കിയ സംഭവം, അവര് ഉപ്പ ഓടി പോവുക, എന്നിട്ട് ഇദ്ദേഹത്തൊക്കെ അനുനയത്തിനൊക്കെ ശ്രമിച്ചു നോക്കി, ഉണ്ടാക്കിയില്ല. 300 പേരാണ് പിന്മാറിയത്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വരുന്ന സൈന്യത്തൊക്കെ നിരീക്ഷിക്കുന്നതൊക്കെ, ആരൊക്കെ ബാക്കിയുണ്ട്, മിച്ചുണ്ട്. സൈന്യത്തിലൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ വിരലിൽ ഊന്നി നിന്ന ഉയരം തോന്നിക്കാൻ. അപ്പോൾ അബ്ദുല്ലാഹിബിന് ഉമർ റളിയല്ലാഹുവിന്റെ മകനൊക്കെ തിരിച്ചയക്കുന്നതൊക്കെ പ്രായമായിട്ടില്ല. ആ സമയത്താണ് 2 കുട്ടികളെ പറയുന്നത്, ശാഠ്യം പിടിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് ബദറിൽ എന്ത് ചെയ്തിട്ടില്ല, പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല, ഇതിലെങ്കിലും പങ്കെടുത്ത് യുദ്ധത്തിന്റെ കൂലിയില്ലേ, മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗല്ലേ നബിയെ, നമ്മൾ ആലോചിക്കണം, ആരോ ഈമാന് നോക്കിക്കള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ യോഗ്യരാണ് എന്ന് തെളിയിക്കുകയും പങ്കെടുപ്പിക്കാനൊക്കെ ആവശ്യപ്പെടുകയും, അങ്ങനെ ആ 2 കുട്ടികൾ, ഒരാൾ നല്ല അമ്പെയ്ത്ത് വിദഗ്ധനായിരുന്നു, റാഫി ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു, അവരെ സെലക്ട് ചെയ്തെന്ന്. ആ സെലക്ട് ചെയ്ത സമയത്താണ് മറ്റൊരു കുട്ടി പറയുന്നത്, റാഫിയെ പങ്കെടുപ്പിച്ചത് കൊണ്ട് എന്നെയും പങ്കെടുപ്പിക്കണം എന്ന് പറയാണ്. ഞാൻ റാഫിയെ എന്ത് ചെയ്യുക, മൽപ്പിടുത്തത്തിലൂടെ പരാജയപ്പെടുത്താമെന്ന് പറയണം. ആ കുട്ടീനെയും എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുപ്പിച്ചെന്ന്. ആ കുട്ടിയായിരുന്നു സബ്റ ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ കുട്ടികൾ അടങ്ങുന്ന 700 സ്വഹാബികളെ കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ഉഹദ് എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നത് കേട്ടോ. അങ്ങനെ പുറപ്പെട്ട പള്ളിയാണ് ഈ പള്ളി. നബി തങ്ങൾ പടച്ചട്ട ധരിച്ചത് ഇവിടെ കേട്ടോ. ഈ പള്ളിക്ക് അതുകൊണ്ടാണ് മസ്ജിദ് ദറ പടയങ്കി പള്ളി. ഈ പള്ളിക്ക് വേറെയും പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. മസ്ജിദ് ഷൈഖൈനി എന്ന പേരിലൊക്കെ ഈ പള്ളി എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സമയത്ത് നബി തങ്ങളെ ചോദിക്കുന്നുണ്ട്, എൻ്റെ ദുൽഫഖാർ, നബി തങ്ങളെ വാളില്ലേ, അത് ആരും ഏറ്റെടുക്കുമെന്ന്. സാഹിബികൾ പലരും പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ ഏറ്റെടുക്കാമെന്ന്. നബി തങ്ങൾ പറഞ്ഞു, വെറുതെ ഏറ്റെടുത്താൽ പോരാ, യുദ്ധത്തിൽ എന്ത് ചെയ്യണം, വാളിനോട് കൂറ് പുലർത്തണമെന്ന് പറയും. ആ സമയത്താണ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സ്വഹാബിയിലെ മുന്നോട്ട് കടന്നു വരികയും, അല്ലാഹുവിന്റെ റസൂൽ എങ്ങനെയാണ് വാളിനോട് കൂറ് പുലർത്തേണ്ടത്, യുദ്ധത്തിൽ എന്ത് ചെയ്യണം, വാള് ഒടിയുന്നത് വരെ എന്ത് ചെയ്യണം, ശത്രുക്കളോട് വെറുതാൻ കഴിയണം, അവരായിരിക്കണം. അങ്ങനെ നബിതങ്ങൾ അവരെക്കാണ് വാള് കൈമാറുന്നത്. അതേപോലെ നമ്മളെ ഭാഗത്ത് പതാകവാഹകനായിട്ടൊക്കെ നബിതങ്ങൾ ചുമതലപ്പെടുത്തിയത് മക്കത്തെ വലിയൊരു പ്രമാണിയായിരുന്നു. മക്കാർ ആ പ്രമാണി കടന്നു പോയാൽ ഇതാരാണ്, ഷഹാബി ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഷുബർലാഹിന്റെ ഒരു പ്രത്യേകത എന്നതാണ്, മക്കാർ അന്ന് കടന്നു പോയത് കാത്തിരിക്കുകയായിരുന്നു. അത് സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അതേപോലെ വലിയ ഒരു കുടുംബം എന്ന് പറയുന്നത് മക്കത്തെ വലിയ പ്രമാണിമാരായിരുന്നു. അത് വില കൂടിയ സുഗന്ധങ്ങളൊക്കെ ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ആര്, ഷബർലാഹിന്. ആ ഷബർലാഹിനെയാണ് ഉഹദിലെന്ത് ചെയ്യുന്നത്, പതാകവാഹകനായിട്ട് നബിതങ്ങൾ ചുമതലപ്പെടുത്തുകയൊക്കെ. ഇതിലാണ് അദ്ദേഹത്തിന്റെ വലത് കൈയും ഇടത് കൈയും ഒക്കെ എന്ത് ചെയ്യുന്നത്, ശത്രുക്കളെ വെട്ടിമാറ്റുകയും പിന്നീട് കക്ഷത്തിൽ എന്ത് ചെയ്യുന്നത്, പതാക പിടിക്കുകയും ഇതിന്റെ അടാകടത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ സംഭവിക്കുകയും ഇതിൽ ഷഹീദായ 4 മുഹാജിറുകളിൽ ഒരാളായിരുന്നു ആര്, ഇതിന്റെ ഒരു അടാകടം കഴിഞ്ഞ കാര്യം സാഹിബുകൾ പറയുന്നില്ലേ, അല്ലാഹുവിന്റെ റസൂലേ ഷബർലാഹിന്റെ കഫൻ കൂടെ തല മറിക്കുന്ന സമയത്ത് എന്തില്ല, കാലത്ത് നിന്നല്ല എന്നൊക്കെ കിട്ടിട്ടല്ലേ. ആ സമയത്താണ് നിബിധങ്ങൾ പറയുന്നത്, പുല്ല് വെച്ചിട്ട് എന്ത് ചെയ്യുക, കഫൻ കൂടെ തയ്യാറാക്കാനും. അങ്ങനെയാണ് ഷബർലാഹിനെ ഇതിനെന്ത് ചെയ്തത്, മരണം ചെയ്തത് എന്ന് ചരിത്രം പറയും. അപ്പോൾ ഇതിൻ്റെ ഡാക്കടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 പേർന്ന് നബിതങ്ങൾ അബ്ദുല്ലാഹി ബിൻ ജുബൈർ റളിയല്ലാഹു അതേപോലെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു കിടക്കുന്ന 50ഓളം അമ്പെയ്ത്ത് വിദഗ്ധന്മാരായ സഹാബികളെ സെലക്ട് ചെയ്തത്. അവരെയാണ് നബിതങ്ങൾ എന്ത് ചെയ്യുന്നത്, ഒരു കുന്നിൻ്റെ മുകളിൽ നിർത്തുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പ്രത്യേകമായിട്ട് എന്ത് ചെയ്തു, വസിയത്ത് ചെയ്തത്, മലയുടെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, താഴെ ഇറങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും യുദ്ധ മുതലിന് വേണ്ടിയിട്ട്, യുദ്ധത്തിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ശത്രുക്കളെ വനീമത്ത് മുതലില്ല, ആളുകള്, കുന്നങ്ങള്, പരിചകള്, ഒട്ടകങ്ങള്, കുതിരകൾ, ഇതൊക്കെ വനീമത്താണ് യുദ്ധത്തിൽ പങ്കെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇറങ്ങാം. നിങ്ങൾ കർക്കശമായിട്ടാണ് വസിയത്ത് ചെയ്തത്.
റസൂലുള്ളാഹി പറയുന്നുണ്ടായിരുന്നു, വലിയൊരു പക്ഷി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലായി എന്നെ റാഞ്ചി കൊണ്ടുപോവുകയാണ് എന്ന് കരുതുക, സങ്കല്പിക്കുക. ആ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ റസൂലിനെ എന്തെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടി മലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങൂല. അങ്ങനെ വന്നാൽ പോലും ഞാൻ പറയാതെ എന്ത് ചെയ്യാൻ പാടില്ല, താഴെ ഇറങ്ങാൻ പാടില്ല. ശരിക്കും യുദ്ധത്തിൽ ഇറങ്ങിയതാണ് കേട്ടോ, യുദ്ധത്തിൽ പരാജയപ്പെടാനുണ്ടായ കാരണം. അപ്പോൾ ഇതാണ്, ഈ മലയാണ് ജബൽ റുമാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങണ്ടോ? അപ്പോൾ ജബൽ റുമാത്ത് എന്ന് പറയുന്ന മലയാട്ടത്. ഈ മലയുടെ മുകളിലാണ് എന്ത് ചെയ്തത്? 50 പേരെ നിർത്തിയത്. ഇതിന്റെ മുൻഭാഗം ഈ ഭാഗമല്ലേ, ഇവിടാണ് ആര് നിൽക്കുന്നത്? ബാക്കി വരുന്ന സൈന്യം നിൽക്കുന്നത്. ബേക്ക് ഭാഗത്ത് എന്തില്ല, ഈ പള്ളി പുതിയ പള്ളി കേട്ടോ, ബേക്ക് ഭാഗത്ത് കൂടി സൈന്യം കടന്നു വരില്ല. എന്തുകൊണ്ട് എന്നറിയാം? മലയാണ് കണ്ടോ. എന്തെങ്കിലും നമ്മളെ കണ്ടില്ല, മലയല്ലേ. ബദറിൽ നിങ്ങൾ പോയിട്ടില്ലേ, ചുറ്റും മലയല്ലേ. അപ്പൊ ബേക്ക് ഭാഗത്ത് കൂടി എന്തില്ല, ഒരു ശത്രു സൈന്യം കടന്ന് ആക്രമിക്കില്ല. ഇനി ആരെങ്കിലും നൊയഞ്ഞു കയറിയൊക്കെ വരികയാണെങ്കിൽ ആർക്ക് കാണാം? മലയുടെ മുകളിലുള്ളവർക്ക് കാണാം. ചില്ലർക്കാരല്ലേലും അവര് ദൂരം തന്നെ എന്ത് ചെയ്യുക, കുതിരപ്പടയാളികളൊക്കെ വരുന്ന സമയത്ത് ദൂരം തന്നെ അമ്പ് ചെയ്തിട്ട് പ്രതിരോധിക്കാം. അതായിരുന്നു യുദ്ധതന്ത്രം എന്ന് പറയുന്നത്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ 3000 പേരാണ്. ബദറിന്റെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് അബൂ സുഫിയാൻ ഒരു വർഷത്തോളം കാത്തിരുന്നതാണ്. ആയുധ പരിശീലനങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, വരികയാണ്. യുദ്ധം നയിച്ചതൊക്കെ അബൂ സുഫിയാൻ തന്നെയാണ്. ആ യുദ്ധത്തിലെ 2 യുദ്ധ കമാൻഡർമാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് വാക്കനക്കുന്ന പ്രതികാരത്തിന് വേണ്ടിയിട്ട് അബൂജാലിന്റെ മകനല്ലേ, ഈ കരീമത്ത് അബൂജാലായിരുന്നു. അതേപോലെ മറ്റൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ 70ഓളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത പങ്കെടുത്ത യുദ്ധങ്ങളൊക്കെ ഉണ്ടായി വിജയമുണ്ടായി. ഇസ്ലാമിന്റെ പടവാൾ എന്നൊക്കെ നിമിതങ്ങൾ പറഞ്ഞ ആരെ കുറിച്ചാണ്? ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, അവരെ കുറിച്ചാണ്. ഇതിൽ അവർ ശത്രുകാലത്തിലായിരുന്നു കേട്ടോ. പിന്നീട് ഇതിന് ശേഷമൊക്കെ അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചവരായിട്ടാവും, സഹാബികളാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാണ്, അവർ യുദ്ധതന്ത്രമാണ്. രണ്ടാമത് എന്ത് ചെയ്യുക, തിരിച്ചു വരാനുണ്ടായ ഒരു കാരണം. മലയുടെ മുകളിലുള്ളവർ താഴെ ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കുതിരപ്പടയാളികളാണ് ബേക്ക് ഭാഗത്ത് കൂടി എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും നിങ്ങളുടെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. പിറകുവശത്ത് കൂടി എന്ത് ചെയ്യേണ്ടത്, സൈന്യം കടന്നു വരുന്നത്. പക്ഷെ അതൊന്നും എന്ത് ചെയ്തില്ല, ആരും ഗൗനിച്ചില്ല. അതിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലൊക്കെ എന്ത് ചെയ്യുന്നത്, മുറിവുകളൊക്കെ പറ്റുന്നത്. മുമ്പല്ലേ പൊട്ടിയത്, കാലിന്റെ മുട്ടിന് പരിക്ക് പറ്റിയത്, അതേപോലെ കവിളുത്തടത്തിലെ കമ്പുകളൊക്കെ തെറിച്ചതൊക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും, പ്രവാചകനെ പുറത്ത കല്ല് കൊണ്ട് എറിയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചട്ടയിൽ കൊള്ളുകയും ആ ചങ്ങല അഴിഞ്ഞിട്ട് നബിതങ്ങളെ 8 ഭാഗത്തും നെറ്റിയുടെ ഭാഗത്തൊക്കെ എന്ത് ചെയ്തു, മുറിവേറ്റുന്ന. ശത്രുക്കളെ വിളിച്ചു പറഞ്ഞില്ലേ, മുഹമ്മദിനെ എന്ത് ചെയ്തിട്ടുണ്ടേ, വധിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ചില സഹാബികളൊക്കെ യുദ്ധത്തിൽ നിന്ന് വാളുകളെ പരിചകളൊക്കെ അറിഞ്ഞു കയറ്റി പിന്മാറി. അള്ളാഹുവിന്റെ റസൂൽ ഫാത്തയില്ലേ, ഇനി എന്ത് യുദ്ധം, അതിനെതിരെയൊക്കെ ഖുർആൻ ശക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് കേട്ടോ. സൂറത്ത് ആൽ ഇംറാന്റെ 143-ാമത്തെ ആയത്തൊക്കെ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബിക്കും എന്ന് തുടങ്ങുന്ന നബിതങ്ങളെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രവാചകൻ മാത്രമാണ്. ഇതിന്റെ മുന്നേ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ കടന്നു വന്നിട്ടില്ല. ഈ പ്രവാചകൻ വധിക്കപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്തതാണ്. യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടുകയാണോ എന്നൊക്കെ ആര് ചോദിക്കുന്നത്, അല്ലാഹു ചോദിക്കുന്നതൊക്കെ. പിന്നീടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത്, ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആരെ പ്രതികരിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രതികരിക്കുകയും ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുന്നതിലൊക്കെ പലരും മുന്നോട്ട് കടന്നു. പലരും പറഞ്ഞു, ഇനി അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ എന്തില്ല, ഒരു തരി രക്തം ഒഴിയാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറയുകയും നബിതങ്ങളെ സംരക്ഷിക്കുന്നതിലൊക്കെ പലരും എന്ത് ചെയ്തു, ശരീരം പരിചയാക്കി മാറ്റിയത് കേട്ടോ. ഖത്താദ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബിയൊക്കെ നബിതങ്ങളെ സംരക്ഷിക്കുന്നതിൽ നെഞ്ഞുകൊണ്ടും മുഖം കൊണ്ടും കണ്ണുകൊണ്ടൊക്കെ തടുത്തതാണ്, കേട്ടിട്ടില്ലേ. കണ്ണ് നഷ്ടപ്പെടുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും നബിതങ്ങൾ യുദ്ധം കഴിഞ്ഞ് എൻ്റെ സഹാബിയെ വിളിക്കുകയും നബിതങ്ങൾ നഷ്ടപ്പെട്ടതിനേക്കാൾ പകരമായി കണ്ണിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിനീരെടുത്തിട്ട് എന്ത് ചെയ്തു, ആ കണ്ണിൽ പുരട്ടുകയും ആ കണ്ണിന് കാഴ്ചശക്തി വീണ്ടും കിട്ടുകയൊക്കെ ചെയ്തു. പിൽക്കാലത്തെ സഹാബി പറയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് തേച്ച കണ്ണിനാണ് എന്നുള്ളത് ഏറ്റവും കൂടുതൽ പവറുണ്ട്. അതിനൊരു ചെങ്കണ്ണ് പോലും ബാധിക്കപ്പെട്ടിട്ടില്ല എന്ന ചരിത്രം പറയാം. ൊക്കെ ചെയ്യുന്നത് ആ ഇതാക്കാണ്. ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ എന്നല്ല ഒരു സുരക്ഷിതല്ല. പിന്നീട് അവിടെ മുകളിൽ കാണാൻ ഒരു ചുറ്റിയടിയാളം, അവിടേക്കാണ് നബിതങ്ങൾ പിന്നീട് കയറുന്നത്. ഇവിടെയാണ് നബിതങ്ങൾ എന്ത് ചെയ്യുന്നത്, ലോഹുറു എന്ത് ചെയ്ത് തുറക്കണോ, ലോഹുറും അസറും നിസ്കരിച്ച ഒരു പള്ളി. നിങ്ങൾ ഒന്നില്ലേ,
നിങ്ങൾ അവിടെ നിന്ന് നിസ്കരിച്ചോ, എനിക്കൊന്നുമില്ല. നമ്മുടെ പള്ളിയിൽ നിസ്കരിച്ചു. നിങ്ങൾ ഗുഹയിൽ ആളില്ലെങ്കിൽ വേഗം കയറിക്കോളി. എന്നിട്ട് അതിൽ കയറി ഇറങ്ങിയിട്ട് അവിടെ നിസ്കരിച്ചോളൂ. പള്ളിയുണ്ട് നീ പെണ്ണിനിട്ട് ഇങ്ങനെ കയറാൻ പറ്റുമോ? നടന്നതിന് സ്ഥലമാണ് ചെറിയൊരു കനാലുണ്ട് കേട്ടോ, അതിൽ കൂടി വെള്ളം കെട്ടിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പാറക്കെട്ടുന്ന ആലിയും വാഹനം വെള്ളം കൊണ്ടുവന്നതാണ്. കുടിക്കാൻ നോക്കിയ സമയത്ത് തന്നെ വിധങ്ങൾ കുടിച്ചില്ല, കാരണം അത് കെട്ടി നിൽക്കുന്ന വെള്ളമായിരുന്നു. മണമോ രുചിയോ ഒന്നുമില്ല. അതുകൊണ്ട് മുറിവുകളൊക്കെ കഴുകും തോറും നെയ്യും രക്തം അങ്ങനെ വാർന്നു കഴിക്കും. മാത്രമല്ല ആ സമയത്ത് എന്ത് ചെയ്തു, ഈ തപ്പന ഓലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കരിച്ചിട്ട് അതിൻ്റെ ചാരം എടുത്തിട്ട് നമ്മുടെ മുറിവെന്ന ഭാഗത്തൊക്കെ ചെയ്യുന്നത് ഒരു മരുന്നായിട്ട് മെഡിസിനായിട്ടൊക്കെ പുരട്ടുന്നതൊക്കെ. പിന്നീടാണ് റസൂലുള്ളാഹി അവിടെ നിസ്കരിക്കുന്നത്. നബിതങ്ങൾ മാത്രമല്ല, സഹാബികൾ. അന്ന് പള്ളിയൊന്നുമല്ല കേട്ടോ, സ്ഥലം മാത്രമാണ്. റസൂലുള്ളാഹി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നാണ് നിസ്കരിക്കുന്നത്. എല്ലാവർക്കും സഹാബികൾക്കൊക്കെ നബിതങ്ങൾക്ക് പോലും പരിക്കുകളല്ല. അപ്പോൾ റസൂലുള്ളാഹി ഇരുന്ന് നിസ്കരിക്കാൻ വേണ്ടി പുറപ്പെടുകയും അങ്ങനെ നബിതകൾ പുറത്തോട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പുറത്തക്കാരുണ്ട്. ബദറിലെ യുഹദിലൊക്കെ പങ്കെടുത്ത സഹാബികൾ സ്ഥലം കിട്ടാതെ വിഷമത്തിലാണ്. റസൂലുള്ളാഹി സൗകര്യം ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്ന സമയത്ത് അവർ വന്നു ജിബ്രീൽ അലൈഹിസ്സലാം വഹി വരെയാണ്. സൂറത്ത് മുജാദില എന്ന് പറയുന്ന സൂറത്തിലെ 11-ാമത്തെ ആയത്തിറങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി വസ്സഹു യഫ്സഹു ലക്കും എന്ന ആയത്തിറങ്ങുന്ന സത്യവിശ്വാസികളെ സദസ്സിൽ അള്ളാഹ് നിങ്ങളോട് വിശാല ചെയ്യാൻ ആവശ്യപ്പെട്ടു, സൗകര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടു. നിങ്ങളെന്ത് ചെയ്യുക? സൗകര്യം ചെയ്തു കൊടുക്കുക. ഈ ആയത്തിറങ്ങിയ സമയത്ത് സഹാബികളൊക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയും അവിടെ ഇരുന്നിട്ട് ലോഹർ അസറിലേക്ക് എന്ത് ചെയ്തു, ജമ്മായിട്ട് നിസ്കരിച്ചു. ചില ഹദീസുകളൊക്കെ ജമ്മു കസറായിട്ടില്ലേ ചുരുക്കി നിസ്കരിച്ചു. അതുകൊണ്ടാണ് പള്ളിക്ക് മസ്ജിദുൽ ഫസഹ്, ആ പള്ളിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, മസ്ജിദുൽ അഖ്ബ എന്ന പേരിലൊക്കെ. ഓട് കണ്ടില്ല അവിടെ വലത് ഭാഗത്തൊരു കബർസ്ഥാനി കേട്ടോ. ഇതിൽ നമുക്കടുത്തൊരു സഹാബിയാണ്. അസ്സലാമു അലൈക യാ ഹല്ലല റളിയല്ലാഹു അൻഹു. ഇടത് ഭാഗത്ത് കണ്ട ചെറിയൊരു മക്ബറ എന്ന് എഴുതി ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും യാ ദാറകം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ 70ഓളം പേരാണ് നഷ്ടപ്പെട്ടത്. പല ശരീരങ്ങളും വികൃതമാക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശത്രുവാളിത്തുള്ള അഭിഷേകം വിളിച്ച് പറയുന്നുണ്ട്, അതിന് നിങ്ങൾക്കുള്ളതാണ്, ഇതെന്താണ് ഞങ്ങൾക്കുള്ളതാണ്, 70 പ്രതികാരം ചെയ്തു. നിങ്ങൾ പല ശരീരങ്ങളും വികൃതമായി കണ്ടേക്കാം. അതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, സൈന്യത്തോട് കൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. നബിതങ്ങൾ പൊട്ടിക്കരഞ്ഞത് ആരെ ശരീരം കണ്ടിട്ടാണ്? അളാപ്പല്ലേ, അവരുടെ ശരീരമല്ലേ. കരളൊക്കെ എന്ത് ചെയ്തത്, ചവച്ചതും ഇതൊക്കെ ഇതിൻ്റെ അടയാളത്തിലാണ്. അതേപോലെ അൻസാരികളായ പലരുടെയും ശരീരങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരത്തിൻ്റെ ചില്ലയിലൊക്കെ കെട്ടിത്തൊക്കുന്നതിലൊക്കെ കാണപ്പെട്ടു. അനസ് ബിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ തിരിച്ചറിയാൻ പോലും സാധിച്ചിരുന്നില്ല. ഇടത് ഭാഗത്ത് നോക്കി ഒരു ചൂട് കണ്ടോ ഇതാണ് വാദി ഖറാത്ത് എന്ന് പറയുന്ന സ്ഥലം വരെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു 2 വാദികൾ പറഞ്ഞു, വാദി ഫതഹാനും വാദി ഹക്കീഖും കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ലഡാക്കിടത്തിൽ 22ഓളം പേര് നമ്മൾ അവരെ വധിച്ചു. നമ്മൾ തോന്നി അവരെ
കണ്ടില്ലേ തൊട്ട് പക്ഷെ നമ്മളെ വരുന്ന ഗ്രൂപ്പ് ആളുകളും ഇങ്ങനെ മഴമൂട്ടിലേക്ക് പോകും പറക്കുന്ന തീറ്റകൾ തന്നെ കൊണ്ടേക്കുന്ന എല്ലാം വരുന്ന ഏരിയ ആവുന്നുണ്ട്.